എല്ലാവർക്കും ക്ലൗഡ് ഡിസൈൻസിലേക്ക് സ്വാഗതം. ഞാൻ ജെബിൻ ഷഫി. ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് സാരി നമുക്ക് ക്രിസ്മസ് തീമിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു ഓഫ് വൈറ്റ് സെമി ലിനൻ സാരിയാണ് വരുന്നത്. ഓഫ് വൈറ്റ് വിത്ത് നല്ലൊരു ചില്ലി റെഡ്, ബ്രൈറ്റ് റെഡ് ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഫുൾ ബോഡി എംബ്രോയിഡറി വർക്കാണ് വരുന്നത് സാരിക്ക്. ഒരു സിൽവർ ബോർഡർ വരുന്നുണ്ട്, രണ്ട് സൈഡിലും ഒരു 2 ഇഞ്ചിലുള്ള സിൽവർ ബോർഡറാണ്. മാറ്റ് സിൽവർ ആണ് ബോർഡർ, ഒട്ടും ഫ്ലാഷി സിൽവർ അല്ല കേട്ടോ. മാറ്റ് സിൽവറിൽ ഫുൾ ബോഡി എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. നല്ലൊരു വൈറ്റ് ആൻഡ് റെഡ് ആ ഒരു കോമ്പിനേഷനിലാണ് ഫുൾ ബോഡി വരുന്നത് സാരിയിൽ. ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് സാരിയിൽ. ഇതും ഒരു ക്ലോസർ വ്യൂ, ഒരു ബീഡ്സ് വർക്ക് പോലെയാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഒരു ഡോട്ട് ഡോട്ട് പാറ്റേണിലാണ് ഈ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഫുൾ സാരി ഈ ഒരു പാറ്റേണിൽ വരും. മുന്താണി വരുമ്പോൾ ഈ ഒരു എംബ്രോയിഡറി വർക്കിലായിരിക്കും സാരിയുടെ പല്ലു വരിക. ഒരു ജാൽ ഡിസൈൻസ് വന്നിട്ട് അതിലാണ് ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത് സാരിയിൽ. ഇങ്ങനെ വരും ക്ലോസർ വ്യൂ, ഇങ്ങനെ വരും എംബ്രോയിഡറി വർക്കിൻ്റെ. ഒരു റണ്ണിങ് സ്റ്റിച്ച് പാറ്റേൺ വരുന്നുണ്ട്. അതിലൊരു ജാൽ ഡിസൈനും ഫ്ലോറൽ മോട്ടീവ്സും ആയിരിക്കും പല്ലുവിൽ വരുന്നത്. വൈറ്റ് ടാസിൽസ് ആയിരിക്കും, ഓഫ് വൈറ്റിലുള്ള ടാസിൽസ് ആണ് എൻഡിൽ വരുന്നത്. റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയൽ ആയിരിക്കും വരുന്നത്. സിൽവർ ബോർഡർ ആയിരിക്കും ബ്ലൗസിന് വരുന്നത്. ഇങ്ങനെ വരും. വർലി ഡിസൈനിൽ വരുന്ന സെമി സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന സാരിയാണ് നെക്സ്റ്റ് സാരി. ഇതൊരു ഐവറിയാണ്, ഐവറി ആൻഡ് ബ്ലാക്ക്. അതാണ് സാരിയുടെ ബോഡിയുടെ കോമ്പിനേഷൻ വരുന്നത്. ഐവറിയാണ് ബേസ് കളർ, അതിൽ ബ്ലാക്ക് വേർലി ഡിസൈൻസ് ആയിരിക്കും ത്രൂ ഔട്ട് ദ സാരിയിലും വരുന്നത്. ഇതിൽ ഗോൾഡൻ ബേസ്, നല്ലൊരു ബിസ്ക്കറ്റ് ഷെയ്ഡ് ആൻഡ് ബ്ലാക്ക് ഒരു വൂവൺ പാറ്റേണിലാണ് സാരിക്ക് ബോർഡർ വരുന്നത്. ഫുൾ ബോഡി ഈ ഒരു പാറ്റേണിലായിരിക്കും വേർലി ഡിസൈൻസ് വരുന്നത്. ഒരു കോപ്പർ ടോൺ ആട്ടോ, ഒരു കോപ്പറിഷ് ബേജ് ആണ് ബോർഡർ വരുന്നത്. ആ ഒരു സെയിം പാറ്റേണിൽ തന്നെ ഒരു സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഇവർ ഞാൻ കോപ്പർ ടോണിലാണ് സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള പല്ലു വരുന്നത്. ഇങ്ങനെ വരും. ഫുൾ ബോഡി വരുന്നത് ഇങ്ങനെയാണ് സാരി. റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയലാണ് സാരിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഐവറിയിൽ തന്നെ വിത്ത് ബോർഡർ ആയിട്ടുള്ള ബ്ലൗസ് ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് സാരി വരുന്നത് നല്ലൊരു മെറ്റാലിക് ടോണിലാണ് സാരി വരുന്നത്. ഒരു മെറ്റാലിക് ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. പീക്കോ ബ്ലൂ, അതിലൊരു മെറ്റാലിക് ഫിനിഷ് വരുന്നുണ്ട്. ടിഷ്യൂ കോട്ടൺ ആണ് സാരിയുടെ ഫാബ്രിക്. ഫുൾ ബോഡി സിൽവർ വൂവൺ പാറ്റേണിലായിരിക്കും സാരി വരുന്നത് കേട്ടോ. മുകൾ ഭാഗത്ത് ബോർഡർ വരുന്നത് ഒരു 1 ഇഞ്ച് ബോർഡർ ആയിരിക്കും, സിൽവറിലുള്ള ബോർഡറാണ് വരുന്നത്. അത് കഴിഞ്ഞ് സാരി ഫുൾ വരുന്നത് പ്ലെയിൻ ആണ്. ലോവർ ബോർഡർ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് സിൽവർ ബോർഡർ വരുന്നത്. വൂവൺ പാറ്റേണിലായിരിക്കും ബോർഡർ വരിക സാരിക്ക്. മുന്താണി വരുന്നത് സിൽവർ ലൈൻസ് ആണ്, സ്ട്രൈപ്പ് ഡിസൈൻസ് വരുന്നുണ്ട് സാരിയുടെ പല്ലു. ബ്ലൗസ് വരുന്നത് റണ്ണിങ് ആയിരിക്കും. സെയിം ടോണിൽ വിത്ത് ബോർഡർ ആയിട്ടുള്ള ബ്ലൗസ് ആയിരിക്കും വരും. ടിഷ്യൂ ബൈ കോട്ടൺ സാരിയിലെ നെക്സ്റ്റ് സാരിയുടെ കളർ വരുന്നത് മെറ്റാലിക് ടോണിൽ തന്നെയാണ്. നമുക്കൊരു ഫംഗ്ഷനും വരാൻ പറ്റുന്ന നല്ല സാരീസ് ആട്ടോ. ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് ടിഷ്യൂ കോട്ടൺ. ഇതിൻ്റെ കളർ വരുന്നത് ഒരു മൗ വിത്ത് ബ്രൗൺ ആണ്, കോഫി ബ്രൗൺ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഫുൾ ബോഡി മൗ ടോണിലാണ് വരുന്നത്. ഇതിലും ഒരു സിൽവർ ഫിനിഷ് വരുന്നുണ്ട്, അതുകൊണ്ട് ഒരു മെറ്റാലിക് ലുക്ക് വരുന്നത് സാരിക്ക്. ഡബിൾ സൈഡിലും ഒരു ബനാറസി വുവൺ സ്റ്റൈലിലാണ് ബോർഡർ വരുന്നത്. ലോ ബോർഡർ വരുമ്പോൾ ഒരു 3.5 ഇഞ്ച് ബോർഡർ വരും. അപ്പർ വരുമ്പോൾ ഒരു 1 ഇഞ്ച് ബോർഡർ ആയിരിക്കും. സിമ്പിൾ മുന്താണിയാണ്. സിൽവറിൽ തന്നെ ലൈൻസിലായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയൽ ആയിരിക്കും വിത്ത് ബോർഡർ ആയിട്ട്. സൂപ്പർ നെറ്റ് കോട്ട ഫാബ്രിക്കിലാണ് നെക്സ്റ്റ് സാരി വരുന്നത്. നല്ലൊരു മെറൂൺ ആണ് സാരിയുടെ ബേസ് കളർ വരുന്നത്. അതിൽ പേസ്ലി ഡിസൈൻസിൻ്റെ മോട്ടീവ്സ് ആയിരിക്കും ഫുൾ ബോഡിയിൽ വരുന്നത്, പ്രിൻറ്റ് വരുന്നത്. ബോർഡർ വരുന്നുണ്ട്, ഒരു ഫ്ലോറൽ ജാൽ പാറ്റേണിലാണ് സാരിയിൽ ബോർഡർ വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡി വരുന്നത്. ഇങ്ങനെയാണ് ഇതാണ് സാരിയുടെ ബോഡി വരുന്നത്, ഈ ഒരു പാറ്റേണിൽ. മുന്താണി വരുമ്പോൾ റണ്ണിങ് പല്ലുവാണ് വരുന്നത് സാരിക്ക്. പ്രിൻറ്റഡ് പല്ലു ആയിരിക്കും, മൾട്ടി കളറിലാണ് പ്രിൻറ്റ് വരുന്നത്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും, പ്ലെയിൻ മെറൂണിലായിരിക്കും ബ്ലൗസ് വരിക. അടുത്ത സൂപ്പർ നെറ്റ് കോട്ട സാരി വരുന്നത് ബ്ലാക്ക് ആണ്. ഇതിന് മുൻപ് കാണിച്ച മെറൂൺ സാരി തന്നെയാണ്, പ്രിൻ്റ് എല്ലാം സെയിം തന്നെയാണ്. കളർ വരുന്ന ബ്ലാക്ക് ആണ്. ഫുൾ ബോഡി പേസ്ലി ഡിസൈൻസിലായിരിക്കും പ്രിൻറ്റ് വരുന്ന സാരിയിൽ. ബ്ലാക്കിൽ ഒരു ബ്രൗണിഷ് ബേജ് ആണ് ഡിസൈൻസിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. ബോർഡർ വരുന്നതും ഫ്ലോറൽ പാറ്റേണിലാണ് ബോർഡർ വരുന്നത്. മുന്താണി ഈ ഒരു പാറ്റേണിലായിരിക്കും പ്രിൻറ്റ് വരുന്നത്. പ്ലെയിൻ ബ്ലൗസ് മെറ്റീരിയൽ ആയിരിക്കും ബ്ലാക്കിൽ വരിക. നെക്സ്റ്റ് സാരി വരുന്നത് സിൽക്ക് ബൈ കോട്ടൺ ആണ് സാരിയുടെ ഫാബ്രിക്. സിൽക്കും കോട്ടണും കൂടി ബ്ലെൻഡഡ് ആയിരിക്കും സാരിയുടെ മെറ്റീരിയൽ. നമുക്ക് ഓഫീസ് വെയർ ആയിട്ടെല്ലാം വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. ഇതിൻ്റെ കളർ വരുന്നത് നല്ലൊരു ഐവറിയാണ്. ഐവറിയും ബേജും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഒരു ലൈറ്റ് ചിക്കു എന്ന് പറയാം, അതാണ് സാരിയുടെ ടോൺ വരുന്നത്. അതിൽ ഫുൾ ബോഡി എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. മൾട്ടി കളറിലുള്ള എംബ്രോയിഡറി വർക്ക് ആയിരിക്കും. ഇത് പ്രിൻ്റ് അല്ല കേട്ടോ, ഫുൾ എംബ്രോയിഡറി വർക്കിലായിരിക്കും വരുന്നത്. കൂടാതെ ബോഡിയിൽ ഒരു ബുട്ടി വർക്ക് വരുന്നുണ്ട്. ഫ്ലോറൽ ബുട്ടി വർക്കാണ് സാരിയിൽ വരുന്നത്. വർക്കിൻ്റെ കോമ്പിനേഷൻ വരുന്നത് പൗഡർ ബ്ലൂ ആൻഡ് ബേജ്. ആ ഒരു കോമ്പിനേഷനിലാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ. ഈ ഒരു പാറ്റേണിലാണ് ബോഡിയിൽ വർക്ക് വരുന്നത്. സ്മോൾ ബുട്ടി വർക്ക് ആയിരിക്കും സ്കാറ്റേഡ് ആയിട്ട് വരുന്ന സാരിയിൽ. ഇനി വരിക ഫുൾ ബോഡി റണ്ണിങ് മുന്താണിയാണ് സാരിക്ക് വരുന്നത്. ഇതാണ് സാരിയുടെ പല്ലു. സെയിം ടോണിൽ തന്നെയുള്ള ലൈറ്റ് ചിക്കു ഷെയ്ഡിലാണ് ടാസിൽസ് വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് റണ്ണിങ് ആണ്, പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് വരിക.
സിൽക്ക് ബൈ കോട്ടൺ സാരിയിലെ നെക്സ്റ്റ് സാരിയുടെ കളർ വരുന്നത് നല്ലൊരു സഫയർ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഫുൾ ബോഡി എംബ്രോയിഡറി വർക്കാണ്. എല്ലാ സാരീസിനും വർക്കിൽ മാത്രം ഡിഫറൻസ് വരും. മെറ്റീരിയൽ സെയിം ആണ്. എല്ലാം കോട്ടൺ സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതിൽ വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. ഒരു ഗോൾഡൻ ആൻഡ് ഗ്രീൻ ആ ഒരു ടോണിലാണ് ബുട്ടി വർക്ക് വരുന്നത്. സാരിയുടെ ബോഡിയിൽ ഈ ഒരു പാറ്റേൺ വരും. ബോർഡർ വരുമ്പോൾ ഇങ്ങനെയാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് കേട്ടോ. സെയിം ടോണിൽ തന്നെ ഗ്രീനിൽ തന്നെയുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് അതിൽ ഗോൾഡൻ ഫ്ലവേഴ്സാണ് മിഡിലിൽ വരുന്നത്. ഗ്രീൻ വിത്ത് ഗോൾഡൻ ആയിരിക്കും വർക്ക് വരിക. ഒരു സിമ്പിൾ ബോർഡറാണ്. ഗോൾഡൻ ഒരു ബീഡിങ് ആയിരിക്കും സാരിക്ക് വരുന്നത് ഡബിൾ സൈഡിൽ. മുന്താണി വരുന്നത് റണ്ണിങ് ആയിരിക്കും. സെയിം ടോണിൽ തന്നെയുള്ള റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയൽ ആയിരിക്കും സാരിക്ക് വരുന്നത്. നെക്സ്റ്റ് സിൽക്ക് കോട്ടൺ സാരി വരുന്നത് വീണ്ടും ഐവറി തന്നെയാണ് സാരിയുടെ ഷെയ്ഡ്. ഇതിലും എംബ്രോയിഡറി വർക്കിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ഇതിൽ വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. പൗഡർ ബ്ലൂ ആണ് കേട്ടോ. വർക്കിൻ്റെ കോമ്പിനേഷൻ വരുന്ന പൗഡർ ബ്ലൂ ആണ്. സ്മോൾ ബുട്ടി വർക്ക് വരുന്നുണ്ട്. അതിൽ ഗോൾഡൻ ആൻഡ് ബുട്ടി പൗഡർ ബ്ലൂ ആ ഒരു ഷെയ്ഡിലാണ് ബുട്ടി വർക്ക് വരുന്നത്. ഓരോ ഇതിൻ്റെയും മിഡിലിൽ വരുന്നത് ഗോൾഡൻ ആണ്. ബോർഡറിൻ്റെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. പൗഡർ ബ്ലൂവിലുള്ള ഫ്ലോറൽ ജാൽ പാറ്റേൺസ് വന്നിട്ട് ഗോൾഡൻ ആണ് മിഡിൽ പോർഷനിൽ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. കൂടാതെ രണ്ട് സൈഡിലും ഈ ഒരു പാറ്റേണിലായിരിക്കും ബോർഡർ വരുന്നത്. ഫുൾ ബോഡി ഈ ഒരു പാറ്റേണിലായിരിക്കും ഇങ്ങോട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇത് മുന്താണിയാണ്. റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയൽ ആയിരിക്കും. പ്ലെയിൻ വിത്ത് ബോർഡർ ആയിരിക്കും ബ്ലൗസ് വരിക. കോട്ടൺ സിൽക്ക് സാരീസിലെ നെക്സ്റ്റ് സാരിയുടെ കളർ വരുന്നത് ബേബി പിങ്ക് ആണ്. ബേബി പിങ്കിൽ ഫുൾ ബോഡി എംബ്രോയിഡറി വർക്ക് ആയിരിക്കും. ഇങ്ങനെയാണ് സാരി വരുന്നത്. സ്മോൾ ബുട്ടി വർക്ക് വരുന്നുണ്ട്. ബേബി പിങ്ക് ആൻഡ് ഗോൾഡൻ ആണ് ബുട്ടി വർക്ക് വരുന്നത് സാരിയിൽ. ബോർഡർ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും വർക്ക് വരിക. ഫ്ലോറൽ ജാൽ ഡിസൈനിലാണ് ബേബി പിങ്കിൽ തന്നെ വർക്ക് വരുന്നത്. അതിൽ ഗോൾഡൻ ആണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് മിഡിലിൽ. റണ്ണിങ് മുന്താണി ആയിരിക്കും സാരിക്ക് വരുന്നത്. ഇതാണ് സാരിയുടെ പല്ലു. സെയിം ഷെയ്ഡിൽ തന്നെ വരുന്ന റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയൽ ആയിരിക്കും വരുന്നത്. സിൽക്ക് ബൈ കോട്ടൺ കളക്ഷൻസിലെ നെക്സ്റ്റ് സാരിയുടെ കളർ വരുന്നത് നല്ലൊരു ലെമൺ യെല്ലോ, നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആണ് സാരിയുടെ ഷെയ്ഡ്. ഫുൾ ബോഡി എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട്. ബുട്ടി വർക്കും വരുന്നുണ്ട് സാരിയിൽ. നല്ലൊരു കോമ്പിനേഷൻ. ഞാൻ പെയർ ചെയ്തിരിക്കുന്ന ഗ്രീനുമായിട്ടും ഈ യെല്ലോ നല്ലൊരു ആപ്റ്റാണ് കേട്ടോ. റണ്ണിങ് ബ്ലൗസും നമുക്ക് ഈ സാരീസിനെല്ലാം സ്റ്റിച്ച് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റും യൂസ് ചെയ്യാം. ബോഡി ഇങ്ങനെയാണ് വരുന്ന സാരിയിൽ. ഫുൾ ബുട്ടി വർക്ക് വന്നിട്ട് അതിൽ സെൽഫ് കളർ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. പ്ലസ് ഗോൾഡൻ ഫ്ലോറൽ ഡിസൈൻസും വരുന്നുണ്ട് ബോർഡറിൽ. റണ്ണിങ് മുന്താണിയാണ് സാരിക്ക് വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നതും സെയിം ടോണിൽ തന്നെ പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സിൽക്ക് കോട്ടൺ സാരി വരുന്നത് നല്ലൊരു ഗ്രീനാണ്. ഒരു പിസ്സ ഗ്രീനാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഫുൾ ബോഡി എംബ്രോയിഡറി വർക്കാണ് വരുന്നത് സാരിയിൽ. സെൽഫ് കളർ എംബ്രോയിഡറി വർക്കാണ് ബോഡിയിൽ ബോർഡറിൽ വരുന്നത്. ലോ ബോർഡർ വരുന്നത്. ബോഡി വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ബുട്ടി വർക്ക് വരുന്നത്. എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതാണ് വർക്കിൻ്റെ ക്ലോസർ വ്യൂ. ഇങ്ങനെ വരും. ഗോൾഡൻ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. അതിൽ ഫ്ലോറൽ ജാൽ ഡിസൈനിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരിക. മുന്താണി വരുന്നതും റണ്ണിങ് പല്ലു സെയിം ടോണിൽ തന്നെയാണ്. പ്ലെയിൻ ബ്ലൗസ് മെറ്റീരിയൽ ആയിരിക്കും സാരിക്ക് വരുന്നത്. ഫൈനൽ വൺ വീണ്ടും ഐവറി തന്നെയാണ് സാരിയുടെ ഷെയ്ഡ്. സിൽക്ക് ബൈ കോട്ടൺ ആണ് സാരിയുടെ ഫാബ്രിക്. ഈ ടൈപ്പ് സാരിയാണ് ഞാൻ ഇന്ന് ഉടുത്തിരിക്കുന്നത്. ഇതിലും ഫുൾ ബോഡി എംബ്രോയിഡറി വർക്ക് വരുന്നത്. മൾട്ടി കളറിലുള്ള ഒരു ജോമെട്രിക്കൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും സാരിയുടെ ബോഡിയിൽ വരിക. ഒരു ട്രയാങ്കിൾ മോട്ടീവ്സ് ആണ്. ബോട്ടിൽ ഗ്രീൻ, ഗോൾഡൻ ബേജ് ആ ഒരു കോമ്പിനേഷനിലാണ് ട്രയാങ്കിൾ മോട്ടീവ്സ് വരുന്നത് സാരിയുടെ ബോഡി. ഈ ഒരു പാറ്റേൺ വരും. ബോർഡർ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഫുൾ വർക്ക് ആട്ടോ സാരി വരുന്നത്. മുന്താണി വരുമ്പോൾ റണ്ണിങ് പല്ലു. ഇതാണ് സാരിയുടെ മുന്താണി. റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയൽ ആയിരിക്കും വരുന്നത്. സെയിം ടോണിൽ തന്നെയാണ് ബ്ലൗസ് വരുന്നത്.